ഹായ് മക്കളെ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. നിങ്ങളൊക്കെ കാത്തിരുന്ന JEE 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഈ വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ കേസ് പറയുന്നത് എന്താണ്, നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഒക്ടോബർ 28 മുതൽ, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22 നവംബർ വരെയാണ് എന്നുള്ളത് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ ഒത്തിരി ലേറ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജാനുവരി 22 മുതൽ 2025 ജാനുവരി 22 മുതൽ ജാനുവരി 31 വരെയാണ്. അതിന് കഴിഞ്ഞ വർഷമൊക്കെ സാധാരണ BRക്കും B പ്ലാനിങ്ങുമാണ് ആദ്യത്തെ ദിവസങ്ങളിൽ വരാറുള്ളത്. പിന്നെയാണ് എന്തുണ്ടാവുക, നിങ്ങളുടെ സെഷൻ 1ൻ്റെ BTechൻ്റെ എക്സാം ഡേറ്റുകൾ വരാറുള്ളത്. അതേപോലെ തന്നെ ഓരോ ദിവസവും 2 ഷിഫ്റ്റ് ഉണ്ടാവും എന്ന് മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക് പല ഡൗട്ടുള്ള കേസസ് ആണ്. സെഷൻ 1ഉം സെഷൻ 2ഉം എന്താ സംഭവം എന്നുള്ളത്. മക്കളെ, സെഷൻ 1ഉം സെഷൻ 2ഉം രണ്ട് എൻറ്റയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആണ്. അപ്പോൾ സെഷൻ 1ൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പം നിങ്ങൾക്ക് സ്വീകരിച്ചിട്ടുള്ളത്. സെഷൻ 1 എഴുതിയ ആൾക്കാർക്ക് സെഷൻ 2ഉം എഴുതുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, സെഷൻ 1 എഴുതാത്തവർക്കും സെഷൻ 2 എഴുതുന്നതിന് കുഴപ്പമില്ല. സെഷൻ 2 എഴുതാൻ പറ്റും എന്ന് മാത്രമല്ല, സെഷൻ 1 മാത്രം നിങ്ങൾ എഴുതുന്നതിനും വലിയ വിഷയമൊന്നുമില്ല. ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇപ്പം നിങ്ങൾ സെഷൻ 1ൻ്റെ മാത്രം രജിസ്ട്രേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ സെഷൻ 2യുടെ രജിസ്ട്രേഷൻ എന്താണ്, സെഷൻ 1 കഴിഞ്ഞതിന് ശേഷം ജനുവരി 31, 2025 മുതലാണ് സെഷൻ 2യുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവുക. ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാണ്, എന്താ പറയുക, പിന്നെ ഫീസിൻ്റെ കേസിൽ ജനറൽ ആൾക്കാർക്ക് ഇന്ത്യയിലാണ് നിങ്ങളുടെ സെൻറ്റർ എങ്കിൽ മെയിലിന് 1000ഉം അതേപോലെ തന്നെ എന്താണ് ഫീമെയിലിന് 1000 രൂപയും ഫീമെയിലിന് 800ഉമാണ് എന്നുള്ളത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അതേ സ്ഥാനത്ത് OBC ആണെങ്കിൽ, OBC NCL ആണെങ്കിൽ അത് യഥാക്രമം മെയിലിന് 900ഉം ഫീമെയിലിന് 800ഉമാണ്. ആൻഡ് SC ST അതേപോലെ തന്നെയുള്ള PWD ഫിസിക്കലി ഡിസേബിൾഡ് തുടങ്ങിയ ആൾക്കാർക്ക് അത് യഥാക്രമം 500ഉമാണ് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത്. ആൻഡ് വേറെന്താണ്, യെസ്, ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ BTechൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് BRക്കും B പ്ലാനിങ്ങും കൂടെ പരീക്ഷ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്താണ് കുറച്ചും കൂടെ കൂടുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് നാളെ നമ്മളൊരു ലൈവ് സെഷൻ ചെയ്യുന്നുണ്ട്. ആ ലൈവിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. പിന്നെ എഡ്യൂപോർട്ടിൻ്റെ JEE ചാനലിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. സോ ഇപ്പം നമ്മൾ വളരെ പെട്ടെന്ന് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം വരുന്നത് ജനുവരി 22 മുതൽ ജനുവരി 31 വരെയാണ് സെഷൻ 1. നിങ്ങൾക്ക് ഇന്ന് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ആൻഡ് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, നവംബർ 22 തീയതിയാണ്. ആൻഡ് ഫീസ് ഈ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ സെഷൻ 1 മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളൊക്കെ സെഷൻ 1 എഴുതണമെന്നാണ് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ. ഇനിയിപ്പം സെഷൻ 1 നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സെഷൻ 2 എഴുതാം. അത് സെപ്പറേറ്റ് അപ്ലിക്കേഷനും കാര്യങ്ങളാണ്, എൻറ്റയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ബാക്കി അപ്ഡേറ്റ്സ് ഈ ചാനലിൽ തന്നെ കിട്ടും. ബൈ.